സാംസങ് തങ്ങളുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ സീരീസ് ആയിട്ടുള്ള എസ് സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള സാംസങ് ഗാലക്സി S23 സീരീസ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കി. ഈ ഒരു സീരീസിനകത്ത് സാംസങ് ഗാലക്സി S23, S23 പ്ലസ്, S23 അൾട്ര എന്നീ സ്മാർട്ട് ഫോണുകളാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. S23 അൾട്ര എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ്. ഇത്തരം ഒരു ചെറിയ ബോക്സിനകത്താണ് S23 അൾട്രയും വരുന്നത്. അടുത്തിടെയായിട്ട് സാംസങ് ഈ പറഞ്ഞ പോലെ ചെറിയ ബോക്സിനകത്താണ് ഫോൺ കൊണ്ടുവരുന്നത്. ഈ ഒരു ബോക്സിന്റെ പ്രത്യേകതയുണ്ട്. അതായത് പാരിസ്ഥിതിക്ക് അനുകൂലമായിട്ട് പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബോക്സാണ് ഇത്തവണ സാംസങ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബോക്സിനകത്ത് മാത്രമല്ല, ഈവൻ ഫോണിന്റെ പല കമ്പോണന്റുകളും കടലിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽ കളക്ട് ചെയ്തുകൊണ്ടാണ് സാംസങ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഇത്തരം ഒരു ബോക്സിനകത്താണ് വരുന്നത്. ഈ ബോക്സിനകത്തായിട്ട് ഇവിടെ ഒരു ഭാഗമുണ്ട്. അതിനകത്ത് ഇതിന്റെ ഡോക്യുമെന്റേഷൻ പേപ്പേഴ്സും അതുപോലെ ടൈപ്പ് സി ടു സി ഒരു കേബിളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് ഒരു സിം ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ബോക്സിനകത്ത് ഫോൺ കൂടാതെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബോക്സ് നമുക്ക് ഇനി മാറ്റി വയ്ക്കാം. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിന്റെ പുറത്തൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കർ ഒഴിവാക്കി ഇങ്ങോട്ട് വയ്ക്കാം. ഇതിന്റെ ഫ്രണ്ടിലും ഇത്തരത്തിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതും ഒഴിവാക്കാം. നല്ല ബോക്സി ഡിസൈനിലാണ് ഇത്തവണ സാംസങ് ഗാലക്സി S23 അൾട്ര എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. കാഴ്ചയ്ക്ക് ഇതിന്റെ മുൻഗാമിയായിട്ടുള്ള S22 അൾട്രയുമായിട്ട് ഭയങ്കരമായിട്ടുള്ള സമയം ഏകദേശം 98.9%, 99 എന്ന് പറയുന്നില്ല, 98.9% നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ S22 അൾട്രയായിട്ട് ഒരു സാമ്യം കാഴ്ചയ്ക്കുണ്ട്. വളരെ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്യാമറ ബമ്പ് ഒരല്പം കൂടുതലാണ് S22 അൾട്രയെക്കാളും. ഈ സൈഡ് എന്ന് പറയുന്നത് S22 അൾട്രയിൽ കർവി ആണെങ്കിൽ ഇവിടെ ഒരു ബോക്സി ആണ്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സൈഡാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു ബോക്സി ഡിസൈൻ ആണ് ഈ S23 അൾട്രയിൽ കൊടുത്തിരിക്കുന്നതെങ്കിലും എനിക്ക് പൊതുവെ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു എളുപ്പം ഫീൽ ചെയ്ത് S22 അൾട്ര ഹോൾഡ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ സ്ലിപ്പറി കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ബോക്സി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കയ്യിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത കുറച്ചിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് ഒരു അല്പം കമ്പാരിറ്റീവ്ലി വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് അല്പം കൂടിയിട്ടുണ്ട് S22 അൾട്രയെക്കാളും. 234 ഗ്രാമാണ് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, S22 അൾട്രയെക്കാളും ഇതിന്റെ ബാക്ക് ഗ്ലാസും ഫ്രണ്ട് ഗ്ലാസും തവണ കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 എന്ന പ്രൊട്ടക്ഷൻ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോൺ വിക്ടസ് 2 പ്രൊട്ടക്ഷനുമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി വരുന്ന പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ഇത്തരത്തിൽ വിക്ടസ് 2 പ്രൊട്ടക്ഷനുമായിട്ട് വരാം. പക്ഷേ ഇപ്പോൾ നിലവിൽ ഏതൊരു ഫോണായാലും വിക്ടസ് 2 ആയിട്ട് വരുന്ന ആദ്യ ഫോൺ എന്ന പ്രത്യേകത അത് സാംസങ് ഗാലക്സി S23 അൾട്രയ്ക്ക് ആവശ്യപ്പെട്ടതാണ്. നമുക്കറിയാം, ആക്ച്വലി S22 അൾട്ര മുതൽ സാംസങ് ചെയ്തത് ഈ ഒരു സ്റ്റൈലസ് എന്ന് പറയുന്ന S പെന്നിനെ അല്ലെങ്കിൽ സ്റ്റൈലസിനെ നേരത്തേക്ക് സാംസങ്ങിന്റെ നോട്ട് സീരീസിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു സ്റ്റൈലസ് ആണ്. ഇത്തവണ പൂർണ്ണമായിട്ടും അത് സാംസങ്ങിന്റെ S സീരീസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് S22 അൾട്ര മുതൽ. അത് ഇത്തവണ S23യിലും അതുപോലെ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലസ് സാംസങ് ഇത്തരത്തിൽ നോട്ട് സീരീസിൽ നിന്ന് മാറ്റി S സീരീസിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തു. സാംസങ് ഗാലക്സി C ഫോൾഡ് 4ലും ഒക്കെ ഇത്തരത്തിൽ സ്റ്റൈലസ് വരുന്നുണ്ട്. യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപയോഗം വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്റ്റൈലസ് എന്നുള്ളത് ഓർമ്മിക്കട്ടെ. ഞാൻ പേഴ്സണലി അത് ഈ ഒരു ഫോണിനോടൊപ്പം അല്ല, സാംസങ്ങിന്റെ ടാബ്ലറ്റുമായിട്ട് ചേർത്ത് ഞാൻ എൻ്റെ ഈ വീഡിയോകളിലെല്ലാം സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നത് ഞാൻ ഇത്തരത്തിൽ സ്റ്റൈലസ് ഉപയോഗിച്ചിട്ടാണ്. അടിപൊളിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. സാധാരണ ഒരു പെന്ന് വെച്ച് എഴുതുന്നതിനേക്കാളും സ്മൂത്ത് ആണെന്ന് പറയട്ടെ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്റ്റൈലസ് നൽകുന്നത്. എന്തായാലും അത് S23 അൾട്രയിലും നൽകിയിട്ടുണ്ട്. ഇത്തവണ കളറിലും കൊണ്ട് കുറച്ച് വേരിയേഷൻ സാംസങ്ങിന്റെ ഭാഗത്തു നിന്നും. ഫാൻറ്റം ബ്ലാക്ക്, ക്രീം, ഗ്രീൻ, ലാവൻഡർ എന്നീ 4 കളറിലാണ് സാംസങ് ഇത്തവണ S23 അൾട്ര പുറത്തിറക്കിയിരിക്കുന്നത്. അതിനകത്ത് ഗ്രീൻ കളർ വേരിയന്റ് ആണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. പക്ഷേ ഓൺലൈൻ ഒൺലിയിൽ വേറെ 4 കളർ കൂടി സാംസങ് നൽകുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സാംസങ് തങ്ങളുടെ ആവനാഴിയിലെ ഏറ്റവും മികച്ച ആയുധം പുറത്തെടുക്കുകയായിരുന്നു S22 അൾട്രയിൽ തന്നെ. അതുകൊണ്ട് തന്നെ S23 അൾട്ര വേറിട്ടൊരു ഡിസൈനിൽ കൊണ്ടുവരാൻ സാംസങ്ങിന് ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഏറ്റവും കിഡിലൻ ഡിസൈനിലേക്ക് മാറിയിരുന്നു S22 അൾട്രയിൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം S23 അൾട്രയിൽ കാര്യമായിട്ടുള്ള ഡിസൈൻ ചേഞ്ച് S22 അൾട്രയിൽ നിന്നും വന്നിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും സാംസങ് ഒരു S സീരീസിൽ മുൻ സീരീസിൽ നിന്ന് അധികം കാഴ്ചയ്ക്ക് വ്യത്യാസമില്ലാത്ത ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കുന്നത് എന്നുള്ളതും S23 അൾട്രയ്ക്ക് അവകാശപ്പെട്ടതാണ്. 6.8 ഇഞ്ചിന്റെ ഡൈനാമിക് അമോ LED ഡിസ്പ്ലേ ആണ് സാംസങ് ഇത്തവണ ഈ ഒരു S23 അൾട്രയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഡിസ്പ്ലേയുടെ കർവ് ഒക്കെ കുറച്ചുകൂടി പെട്ടെന്നുള്ള ഒരു കർവാക്കി, അതായത് കുറച്ചുകൂടി ഷാർപ്പ് എഡ്ജ് ആക്കി മാറ്റിയിട്ടുണ്ട് S23 അൾട്രയിൽ നിന്ന്. എനിക്കിത് ടച്ച് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് S22 അൾട്രയിൽ കണ്ട സെയിം ഡിസ്പ്ലേയിൽ യാതൊരു വ്യത്യാസവും അതിന്റെ സ്പെസിഫിക്കേഷൻ രീതിയിൽ വരുത്തിയിട്ടില്ലെന്ന് കാണാം. ഇവിടെയും 120 ഹെർട്സിന്റെ LTPO ടെക്നോളജിയിലുള്ള വേരിയിങ് റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അതും നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസും 1750 നിറ്റ്സ് ബ്രൈറ്റ്നസ് തന്നെയാണ്. അതും S22 അൾട്രയിലും ഇത്രയും പീക്ക് ബ്രൈറ്റ്നസ് തന്നെ ഉണ്ടായിരുന്നു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അതും സാംസങ് നൽകിയിരിക്കുന്നത്. സാംസങ് S22 അൾട്രയിൽ നിന്ന് S23 അൾട്രയിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രോസസറിൽ ചേഞ്ച് വന്നു എന്നുള്ളതാണ്. S22 അൾട്രയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആയിരുന്നെങ്കിൽ ഇവിടെ 8 Gen 2 എന്ന പ്രോസറാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഏകദേശം 12,28,000 ഒരു AnTuTu സ്കോർ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു 13 ലക്ഷത്തിന് അടുത്തൊക്കെയാണ് ഏറ്റവും ടോപ്പ് ഇതുവരെ വന്നിട്ടുള്ള AnTuTu സ്കോർ. ആ ഗണത്തിലേക്ക്, അതായത് ഏറ്റവും പെർഫോമൻസ് കൂടിയ സ്മാർട്ട് ഫോണുകളുടെ കൂട്ടത്തിലേക്ക് ഇത്തവണ ഈ ഒരു S23 അൾട്ര ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസറുമായിട്ട് ഇടം പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറയുന്ന പ്രോസറിനുണ്ട് ചില പ്രത്യേകതകൾ. അതായത് സ്നാപ്ഡ്രാഗൺ ഈ സാംസങ് ഗാലക്സി S23 അൾട്ര എന്ന സ്മാർട്ട് ഫോണിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു പ്രോസറാണ്. ഈ ഒരു പ്രോസസറിനെ ഈ ഒരു ഫോണുമായി ചേർത്ത് നോക്കുമ്പോൾ നമ്മൾ
അതിന്റെ ഒരു ലോഗോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്നാപ്ഡ്രാഗൺ 8 Gen 2 4 Galaxy എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഫോണിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ട്യൂൺ ചെയ്തിരിക്കുന്നു സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസറിന്. സാധാരണ സ്നാപ്ഡ്രാഗൺ 8 Gen 2 അപേക്ഷിച്ച് ക്ലോക്ക് സ്പീഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി ഒരു ബെറ്റർ പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 നിന്ന് തന്നെ ലഭിക്കും. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ S22 Ultra പുറത്തിറക്കിയപ്പോൾ സാംസങ് അവരുടെ പ്രോസറായിട്ടുള്ള എക്സിനോസും കൊണ്ടുവന്ന് ചില രാജ്യങ്ങൾ അവതരിപ്പിച്ചു. ചില രാജ്യങ്ങൾ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആയിട്ട് വന്നു. ആക്ച്വലി ആ എക്സിനോസ് അവതരിപ്പിച്ചത് ഒരു മോശമായിട്ട് അന്നും പലർക്കും തോന്നിയിരുന്നു. പക്ഷേ ഇത്തവണ എന്തായാലും കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീസന്റ് ആയി. ഓൺലി സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസറുമായിട്ടാണ് എല്ലായിടത്തും സാംസങ് S23 Ultra അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ UFS സ്റ്റോറേജ് ടൈപ്പും അതുപോലെ റാമിന്റെ ടൈപ്പും ഒക്കെ ലേറ്റസ്റ്റ് ആണ് നൽകിയിരിക്കുന്നത്. LPDDR5 റാം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു 12 ലക്ഷത്തിലധികം എന്ന ഒരു മികച്ച AnTuTu സ്കോർ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കാൻ കാരണമാകുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറയുന്ന പ്രോസസർ കമ്പാരിറ്റീവ്ലി 8 Gen 1 കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോസറാണ്. എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട. കാരണം ഇതൊരു 4nm പ്രോസറാണ്. അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോസറാണ്. 8 Gen 2 എന്ന പ്രോസറുമായിട്ട് വന്ന ആദ്യ സ്മാർട്ട് ഫോണൊന്നും അല്ല S23 Ultra. നേരത്തെ തന്നെ നമ്മൾ 8 Gen 2 പല ഫോണുകളും നമ്മൾ പരിചയപ്പെടുത്തി. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടത് 8 Gen 2 എന്ന് പറയുന്ന പ്രോസസർ ഹീറ്റിനെ കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നേരത്തെയുള്ള 8 Gen 1 കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു S23 Ultra എന്ന സ്മാർട്ട് ഫോൺ എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഇതുവരെ ഹീറ്റിംഗ് എന്നുള്ള ഒരു ഫീൽ, ഒരു വാം ഫീൽ പോലും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ S22 Ultra തുടക്കത്തിലൊക്കെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസ് കാണിച്ചിരുന്നെങ്കിലും പിന്നീടുള്ള അപ്ഡേറ്റിലൂടെ അത് അവർ പരിഹരിച്ചിരുന്നതായി കാണാം. പക്ഷേ ഇവിടെ തുടക്കത്തിൽ തന്നെ നല്ല ഒരു കൂൾ ഫീൽ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. ഹീറ്റിംഗ് എന്ന വാക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് പറയുക പോലും പറ്റില്ല. ബാറ്ററി സൈഡിലൊന്നും S22 Ultra'യിൽ നിന്ന് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളോ ഇംപ്രൂവ്മെന്റുകളോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുത്തിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന 5000 mAh സെയിം ബാറ്ററി, 45 വാട്ടിന്റെ സെയിം ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. പിന്നുള്ള ഗുണം എന്ന് പറയുന്നത് S22 Ultra'യിൽ തന്നെ ഉണ്ടായിരുന്ന വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ മറ്റേതെങ്കിലും ഫോണോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് വാച്ചോ ഒക്കെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഉള്ളത് കൊണ്ടുവച്ചാൽ അവയും നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. 10 വാട്ട് വയർലെസ് ചാർജിംഗും 4.5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് S22 Ultra'യിൽ ഉള്ളത് പോലെ തന്നെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി സൈഡ് സെയിം ഡിറ്റോ തന്നെയാണ്, ഡിസ്പ്ലേ ഒക്കെ പോലെ തന്നെ. ക്യാമറയിലാണ് S22 Ultra'യിൽ നിന്നൊരു നേരിയ വ്യത്യാസം സാംസങ് S23 Ultra'യിൽ വരുത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രൈമറി ക്യാമറ S22 Ultra'യേക്കാൾ 108 MB ആയിരുന്നെങ്കിൽ ഇവിടെ 200 മെഗാപിക്സൽ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വ്യത്യാസമാണ്. അതുപോലെ തന്നെ സെൽഫി സെൻസർ നേരത്തെ 40 മെഗാപിക്സലിൻ്റെതായിരുന്നു S22 Ultra'യിലെങ്കിൽ ഇപ്പോൾ അത് 12 മെഗാപിക്സലിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ അതൊരു ഡൗൺ ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന മെഗാപിക്സലൊക്കെ വെറും അക്കങ്ങളാണ്. 12 മെഗാപിക്സലിന്റെ ഡുവൽ പിക്സൽ ടെക്നോളജിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും അത് വെറും ഒരു അക്കത്തെ വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്താനാവില്ല. ഈ രണ്ട് ഫോണുകളും എടുത്ത ഫോട്ടോകൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമേ അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഓർക്കാൻ, നമ്മൾ S22 Ultra'യും S23 Ultra'യും തമ്മിൽ ഒരു കമ്പാരിസൺ വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരുക. അപ്പോൾ ഈ ഒരു 200 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറയ്ക്ക് ശേഷം ഇതിനകത്ത് S22 Ultra'യിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ 12 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 10 മെഗാപിക്സലിന്റെ 3 ഇരട്ടി വരെ സൂം ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ടെലിഫോട്ടോ ലെൻസും വീണ്ടും 10 മെഗാപിക്സലിന്റെ 10 ഇരട്ടി വരെ ഒപ്റ്റിക്കലി സൂം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പെരിസ്കോപ്പിക് ലെൻസുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ക്യാമറ ഒഴികെ ബാക്കി 3 ക്യാമറകളും S22 Ultra'യ്ക്ക് സമാനം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ ഈ ഒരു S23 Ultra'യുടെ ലോഞ്ചിന് മുമ്പ് സൂം എന്നൊക്കെ എഴുതി കാണിച്ച ചില പരസ്യവാചകങ്ങളായിരുന്നു ആദ്യം സാംസങ് നൽകിയിരുന്നത്. ഞാൻ കരുതി 100x സൂമിനും പുറത്തേക്ക് ഇത്തവണ S23 Ultra'യിൽ പോകുമെന്ന് എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും തെറ്റിച്ചു. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 8Kയിൽ 30 frames per second വരെയുള്ള വീഡിയോകളും ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K 60 frames per second വരെയുള്ള വീഡിയോകളും ഷൂട്ട് ചെയ്യാം. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ മുൻ വീഡിയോകളൊക്കെ പറഞ്ഞാണ്, പലരും അറിഞ്ഞിട്ടുള്ളതാണ്. 12GB 256GB എന്ന ബേസ് വേരിയന്റിന്റെ വില 1,24,999 രൂപയാണ് ഇന്ത്യയിൽ. റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് 1,25,000 എന്ന് പറയാം. ഈ ഒരു സ്മാർട്ട് ഫോണിന് 1,24,999 രൂപയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് ഇത്രയും പൈസ കൊടുത്ത് നമുക്ക് വാങ്ങേണ്ടതില്ല. കാരണം പല ബാങ്കുകളുടെയും EMI സ്കീം പോലും അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഇപ്പോൾ HDFC ബാങ്കിന്റെ EMI സ്കീമിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 24 മാസം കൊണ്ട് നമ്മൾ അടച്ചു തീർത്താൽ മതി. മന്ത്ലി ഏകദേശം 5,209 രൂപ വെച്ച് 24 മാസം അടച്ചുകൊണ്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാം. അതല്ല, നിങ്ങൾ ബജാജ് ഫിനാൻസ് ആണ് എടുക്കുന്നതെങ്കിലും 18 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. മന്ത്ലി 6,888 രൂപ വീതം അടച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാം. പിന്നെ സാംസങ്ങിന്റെ തന്നെ ഫിനാൻസ് ലഭിക്കുന്നുണ്ട്. മറ്റ് ബാങ്കുകളുടെ ഒക്കെ ഫിനാൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ലഭിക്കും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് 4,999 രൂപ കൂടി പേ ചെയ്താൽ സാംസങ് ഗാലക്സി വാച്ച് 4 LT ക്ലാസിക് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ സാംസങ് ഗാലക്സി ബഡ്സ് 2 എന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നമുക്ക് വെറും 4,999 രൂപയ്ക്ക് എക്സ്ട്രാ ആ ഒരു എമൗണ്ടിൽ നമുക്ക് ലഭിക്കും. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് S22 Ultra'യും S23 Ultra'യും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്.